കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിടെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. മാത്രമല്ല, യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിൽ അനുഗ്രഹീതമായ പ്രത്യേകിച്ച് യേശു കർത്താവിനെ കുറിച്ചുള്ള അനുഗ്രഹീത പ്രവചനം നടത്തിയ ഒരു അധ്യായമാണ് 9-ാം അധ്യായം. യേശുവിനെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പാട് യെശയ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുകയും അത് തലമുറകൾക്ക് ശേഷം അത് പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ വ്യക്തികൾ, യഹൂദ ജനം, ഇസ്രായേൽ ജനം, ജാതികൾ കാണുക യേശുവെന്ന അലസ്തോത്ര ലോകത്തിൻ്റെ പ്രകാശം വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. 9-6 നമ്മൾ വായിക്കുമ്പോൾ കൃത്യമാണ്. കുറച്ചുകൂടെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യേശു കർത്താവിനെ കുറിച്ചുള്ള അനുഗ്രഹീത പ്രവചന ചിന്ത അതാണ് നമ്മൾ വായിച്ചു കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. എന്നാൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്? ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അപ്പോൾ ഈ യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇരുട്ടിലായിരുന്ന സമൂഹം, അല്ലേ, എന്തിൻ്റെയൊക്കെ? പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ഈ ലോകമോഹങ്ങളുടെ, സ്തോത്രം, പൈശാചിക പ്രവർത്തികളുടെ ഒക്കെ ഇരുട്ടിനകത്ത് കടന്നിരുന്ന സമൂഹം. പ്രത്യേകിച്ച് യഹൂദ ജനത്തെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടിയാണ് വന്നതെങ്കിലും അതിനകത്ത് അവർ പെട്ടുപോയി. ഇല്ലെങ്കിൽ ന്യായപ്രമാണം എന്നതിനകത്ത് അത് ആ പ്രമാണം പാലിപ്പാൻ കഴിയാതെ അവർ അതിനകത്ത് തകർന്നു പോയതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇരുട്ടിനകത്തായി പോയി ജനം, അല്ലേ? നമുക്കറിയാം, കവർദഹൂമിലെ പള്ളിയിൽ യേശു കർത്താവ് ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഭാഗം പറയുന്നുണ്ട്, അല്ലേ? കുരുട്ട് കണ്ണുകളെ തുറപ്പാനും കൂരിലിനകത്ത് ഇല്ലെങ്കിൽ ഇരുട്ടിനകത്ത് കിടന്നിരുന്ന വിടിവിപ്പാൻ, സ്തോത്രം, പീഡിതരെ സ്വതന്ത്രരാക്കാൻ ഒക്കെ എന്നെ ദൈവം അയച്ചിരിക്കുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ നമുക്ക് ആ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ ഇരുട്ടിൻ്റെ അധികാരം ഇല്ലെങ്കിൽ പല തരത്തിലുള്ള ഇരുട്ട്, സ്തോത്രം, ഞാൻ ഈ പറഞ്ഞതുപോലെ ന്യായപ്രമാണം എന്ന ഇരുട്ട്, പാപം എന്ന ഇരുട്ട്, സ്തോത്രം, ലോകമാകുന്ന ഇരുട്ട്, പൈശാചിക ശക്തിയാകുന്ന ഇരുട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകൾക്കകത്തൊരു വെളിച്ചം തരാൻ വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. അപ്പോൾ ഇരുളെന്ന് പറയുന്നത് ആദ്യം മുതലേ മനുഷ്യകുലത്തിനകത്ത് അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആരംഭ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുന്ന സമയത്തെല്ലാം ഇരുട്ടിൻ്റെ സ്വാധീനം വ്യക്തമാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച യേശുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കടഭാരമാകുന്ന ഇരുട്ടോ, പാപമാകുന്ന ഇരുട്ടോ, ശാപമാകുന്ന ഇരുട്ടോ, പ്രതിസന്ധിയോ, നിന്ദയോ, ആക്ഷേപമോ, പരിഹാസമോ, ഒറ്റപ്പെടലോ, ഏകാന്തതയോ, ഏതെങ്കിലും തരത്തിലുള്ള ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇരുട്ട് പ്രകാശമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ ഞങ്ങളെ മറച്ചാണ് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ഇരുട്ടിനകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലുമായി പരിണമിക്കപ്പെടുക സ്വർഗമിടയാക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.